നാട്ടിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലവും കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായി ഇരിക്കട്ടെ. ഉൽപ്പത്തി 1:29. നമസ്കാരം. സാരാഫാത്ത് കുക്കിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചി അച്ചാറാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, കടുക്, നല്ലെണ്ണ, കരിവേപ്പില, കായം, ഇഞ്ചി. ഓക്കെ, എന്നാൽ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയ ശേഷം പാൻ അതിലേക്ക് വെച്ചു കൊടുക്കാം. ഞാനിവിടെ സ്റ്റൗ ഓൺ ആക്കി അതിലേക്കൊരു പാൻ വെച്ചു കൊടുത്തു. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓയിൽ നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ അച്ചാർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾ മാസങ്ങളോളം ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നല്ലെണ്ണ ഉപയോഗിക്കുന്നത്. ഞാൻ ഏത് അച്ചാറിട്ടായാലും അത് നല്ലെണ്ണ ഉപയോഗിച്ചാണ് ഇടാറുള്ളത്. പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 സ്പൂണ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1 കിലോ ഇഞ്ചിയാണ് ഇതിനാവശ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഈ 1 കിലോ ഇഞ്ചി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. നമുക്ക് ഇഞ്ചി പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇത് മൂത്ത് വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിയിൽ പിടിക്കാതെ കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇഞ്ചി അച്ചാർ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും ഇഞ്ചി അച്ചാർ ഇഷ്ടമാണ്. അതുപോലെയും നാരങ്ങ ഇടുന്നത് പോലെയൊന്നും അല്ല, ഇത് ഇച്ചിരി പാടുള്ള ഒരു അച്ചാറാണ്. ഒരുപാട് സമയം നിന്ന് ഇത് ഇളക്കി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമേ നമുക്ക് അച്ചാറിന് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരുപാട് സമയം എടുത്തു നിന്ന് തന്നെ ഇത് ചെയ്യേണ്ടതാണ്. ഇഞ്ചി ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചി എരിവുള്ളത് കൊണ്ട് ഞാനിവിടെ 1 സ്പൂണ് മുളക് പൊടി മാത്രമാണ് ഇതിലിടുന്നത്. ഇഞ്ചി തണുത്ത ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ വറുത്ത് വെച്ച ഇഞ്ചി നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു. അത് നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് 4 സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി കൂടെ ഇതിൽ ചേർക്കാം. ഇപ്പോൾ നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം 2 മിനിറ്റ് നമുക്ക് അത് തിളയ്ക്കുവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സ്വാദിഷ്ടമായ ഇഞ്ചി അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഞ്ചി അച്ചാറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. God bless you.